ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ SD വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വാട്സപ്പിലെ കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാൻ പോവുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ സേവ് ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഗൂഗിളോ ക്രോം ബ്രൗസറോ ഓപ്പൺ ചെയ്തതിനു ശേഷം WA.ME/91 അതായത് കൺട്രി കോഡ് അടിച്ച് ഫോൺ നമ്പർ അടിക്കുക. എന്നിട്ട് സെർച്ച് ചെയ്താൽ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ്. എന്നിട്ട് നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് അയച്ച മെസ്സേജ് നോക്കിയോ എന്നറിയാതിരിക്കാൻ വേണ്ടി ബ്ലൂടിക്ക് ഒഴിവാക്കാൻ 3 ഡോട്ട്സിൽ സെറ്റിംഗ്സ് അക്കൗണ്ട് പ്രൈവസി ഓപ്പൺ ചെയ്ത് റീഡ് റെസിപ്റ്റ്സ് ഉണ്ടാകും. അത് ഓണായി കിടക്കുന്നത് ഓഫാക്കിയാൽ മതി. ഇതുകൊണ്ടുള്ള ഒരു ദോഷം എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കോൺടാക്റ്റ് അല്ലാത്ത ആരെങ്കിലും നമ്മളെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ 3 ഡോട്ടിൽ സെറ്റിംഗ്സിൽ അക്കൗണ്ട് പ്രൈവസിയിൽ ഗ്രൂപ്പ് എന്നൊരു സെക്ഷനുണ്ട്. അതിൽ മൈ കോൺടാക്റ്റ് അല്ലെങ്കിൽ ആര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെന്ന് ആക്കി വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജിലോ വരുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ ഗാലറിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഇൻഫോം ഓപ്പൺ ചെയ്തതിന് ശേഷം മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാതെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്താൽ അത് ഷെയർ ചെയ്യേണ്ട ഐക്കൺ കാണിക്കുന്നതായിരിക്കും. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ വാട്സപ്പ് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. അതിനു വേണ്ടി വാട്സപ്പിൽ തന്നെ 3 ഡോട്ടിൽ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്താൽ മൊബൈൽ ഫോൺ സ്കാൻ ചെയ്യുന്നതാണ് കാണുന്നതെങ്കിൽ ആരും നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ വരുന്നതാണ്. നോട്ടിഫിക്കേഷൻ ബാറിൽ ആപ്സ് ഉൾപ്പെടുത്താൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഷോർട്ട്കട്ട് എന്നുള്ള ഒരു ആപ്പ് ഉപയോഗിച്ച് ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് നല്ല ഉപകാരമുള്ള ഒരു ആപ്പാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.